അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിനു വേണ്ടി അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് താഴെയുള്ള റെയിൽവേ ഗേറ്റ് തുറക്കണമെന്നാവശ്യപ്പെട്ട അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവയ്ക്ക് കത്തയച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഷബീർ വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു. വള്ളുവനാട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AUP സ്കൂൾ പാതായിക്കര പെരിന്തൽമണ്ണ. Jam June Hypermarket, exceeding expectations. ഇനി കുട്ടികൾ മാസായി ക്ലാസ്സിലേക്ക്. അറ്റ്ലസ് ഫാഷൻ പെരിന്തൽമണ്ണ. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു. പല ആളുകളും ആവശ്യപ്പെട്ടിരുന്നു. പല യോഗങ്ങളിലും റെയിൽവേയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്ന വേളകളിലൊക്കെ പല ആളുകളും നമ്മോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഒരു പൊതുപ്രവർത്തകൻ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ നമ്മോട് പറഞ്ഞു, നിങ്ങളൊരു കേന്ദ്രമന്ത്രിക്ക് കത്ത് അയക്കുകയും അതിൻ്റെ ഒരു കോപ്പി നൽകുകയും ചെയ്താൽ നിങ്ങളൊരു ദിവസം വന്ന് കേന്ദ്രമന്ത്രിയെ കാണാനൊരു അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും നമ്മുടെ നാടിന് ഉപകാരപ്രദമാകുന്ന ആളുകളെ ഉപയോഗപ്പെടുത്തി അതിവിടെ നടപ്പാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ കത്തയച്ചിട്ടുണ്ട്. ഇനി കേന്ദ്രമന്ത്രിയുടെ ഡേറ്റ് തരുന്ന പക്ഷം ഞങ്ങൾ ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഞങ്ങൾ പോയിട്ട് നമ്മൾ കത്തിൽ പറഞ്ഞിട്ടുള്ളത് അവിടെ റെയിൽവേയിൽ ഗേറ്റ് കീപ്പറെ വെക്കാനുള്ള പണം ഗ്രാമപഞ്ചായത്ത് നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് പഞ്ചായത്ത് തയ്യാറാണ്. കാരണം ഈ നാട്ടിലെ ഏറ്റവും വലിയ വിഷയമാണ് ഈ ഗതാഗത കുരുക്ക്. അത് നമുക്ക് ബൈപ്പാസൊക്കെ വന്നാൽ പുതിയ ഗവൺമെൻറ്റിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഗവൺമെൻറ് മാറിയത് കൊണ്ട് നമ്മുടെ 2 MLA മാരും നമ്മുടെ പ്രത്യേകിച്ച് നമ്മളെ മഞ്ചളാബു അലി സാഹിബ് അടക്കമുള്ളവർ നജീബ് കാന്തപുരൊക്കെ ഇടപെട്ടിട്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അതിനുള്ള സമ്മർദ്ദങ്ങൾ അതിനുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നുണ്ട് പഞ്ചായത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ. നമ്മൾ കണ്ട് അതൊക്കെ സമയമെടുക്കും. എന്തായാലും അതിനുള്ള സമയം വലിയ കോടികൾ വേണം, അതിന് സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകാൻ, ഈ ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ഈ ഗേറ്റ് തുറന്നാൽ വലിയ ഉപകാരപ്രദമാകും. അതാണ് നമ്മൾ അതിനുള്ള ശ്രമം ആരംഭിച്ചിട്ട് പരിശ്രമിക്കുക എന്നാണല്ലോ. ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അതാണ് പറയാനുള്ളത്. ഒരു പ്രതീക്ഷ തന്നെയാണോ നാട്ടുകാർക്ക്? നല്ല പ്രതീക്ഷയുണ്ട്. അത് തുറക്കാൻ കഴിയുമെന്നില്ല ഒരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമമില്ലാതെ ഇരുന്നിട്ട് അത് നടക്കാതിരിക്കരുത് എന്ന ഒരു ഇതുണ്ട്, പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. ഗതാഗത കുരുക്ക് ദിനംപ്രതി രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് അങ്ങാടിപ്പുറം റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെയുള്ള റെയിൽവേ ഗേറ്റ് തുറക്കണമെന്ന ആവശ്യവുമായി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചത്. ചെറിയ വാഹനങ്ങളെല്ലാം മേൽപ്പാലത്തിന് താഴെയുള്ള ഈ വഴിയിലൂടെ കടത്തിവിടുന്നതോടെ ഗതാഗത കുരുക്കിന് ഒരു ചെറിയ ആശ്വാസമാകും. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചത്. നിലവിൽ ഈ ആവശ്യത്തിന് കേന്ദ്ര റെയിൽവേ അനുമതി നൽകുകയാണെങ്കിൽ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ ശാശ്വത പരിഹാരമാകും. അതേസമയം മങ്കടയിൽ MLA ആയി താൻ വിജയിക്കുകയും സംസ്ഥാന ഭരണം UDF-ന് ലഭിക്കുകയാണെങ്കിൽ തന്റെ ആദ്യ പദ്ധതി പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി ആയിരിക്കുമെന്ന് മഞ്ഞളാംകുഴിയലി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. മികവുറ്റ വിദ്യാലയത്തിൽ പ്രീ പ്രൈമറി മുതൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠനമുറപ്പാക്കാം. AC ക്ലാസ് മുറികൾ, കിഡ്സ് പാർക്ക്, ഇൻഡോർ ഗെയിം, സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗ്, വാഹന സൗകര്യം, AI റോബോട്ടിക് പഠനം, ടാലന്റ് ലാബ്, എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ അപകട ഇൻഷുറൻസ് നൽകുന്നു എന്ന പ്രത്യേകതയും പാതായിക്കര AUP സ്കൂളിലുണ്ട്. AUP സ്കൂൾ പാതായിക്കര പെരിന്തൽമണ്ണ.